സുഹൃത്തുക്കളെ, ഈ നമ്മളെ ഗോവിന്ദൻ മാഷ് ഇപ്പോഴും ഒരു സ്വപ്ന ലോകത്ത് നിൽക്കുന്നു എന്നുള്ളത് വല്ലാത്ത വിഷമമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സഖാവ് ഗോവിന്ദൻ മാഷ് ഇപ്പോഴെങ്കിലും, കാരണം ഇങ്ങനത്തെ ഒരു അടി കിട്ടുമ്പോഴെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുമ്പോൾ അത് പിന്നെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ധാരണ കൊണ്ട് തോറ്റു എന്നുള്ളതാണ് പറയുന്നത്. കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ധാരണ കൊണ്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് യു ഡി എഫ് ആണ്. പിന്നെ ബി ജെ പി ഒരു കോർപ്പറേഷൻ പിടിച്ചു, 4 കോർപ്പറേഷൻ യു ഡി എഫ് ആണ് പിടിച്ചത്. ഒറ്റ കോർപ്പറേഷനാണ് കോഴിക്കോട് മാത്രമാണ് എൽ ഡി എഫിന് കിട്ടുന്നത്. ഇത് തോറ്റതിൻ്റെ കാരണം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഈ ഇലക്ഷൻ റിവ്യൂ നടത്താൻ വേണ്ടിയിട്ട് ഈ 19 സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളെ മുഴുവൻ ഈ വണ്ടിക്കൂലി മുടക്കിയിട്ട്, ഏത് പാവപ്പെട്ട മനുഷ്യരുടെ അടുത്ത് നിന്ന് ലവി പിടിച്ചിട്ടുള്ളതാണല്ലോ, പാർട്ടി മെമ്പർമാരുടെ അടുത്തുള്ള ലവിയാണല്ലോ പിന്നെയുള്ള ഫണ്ട് പിരിക്കുന്നതും. ആ പൈസയ്ക്ക് പിന്നെ AK സെൻറ്റർ കൊണ്ടുപോയിട്ട് അവിടുത്തെ AACയുടെ പൈസയും മുടക്കി അവിടെ ഇരുന്ന് ചർച്ച നടത്തി, ചായയും കുടിച്ച് കുലങ്കഷമായ ചർച്ച, പിന്നെ എന്താണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ വെച്ച് ഈ ലെൻസൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ല. ഈ തോൽവിയുടെ പിന്നിലുള്ള ഒറ്റ കാരണം മതി. നമ്മളെ പൈസയ്ക്ക് മേടിച്ച, നമ്മളെ പൈസയ്ക്ക് ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കുന്ന, നമ്മളെ പൈസയ്ക്ക് എണ്ണയടിക്കുന്ന, നമ്മളെ പൈസയ്ക്ക് മെയിൻ്റനൻസ് റിപ്പയറൊക്കെ നടത്തുന്ന ഒരു 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിനകത്ത് ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം പച്ചയ്ക്ക് വർഗീയത പറയുന്ന, ഞാൻ പറയുന്ന മൗദീദികൾ പോലും, ജമാഅത്തെ ഇസ്ലാമി പോലും ഇത്രയും ഇപ്പം വർഗീയത പറയുന്നില്ല പരസ്യമായിട്ട്. അവർക്ക് ആഗ്രഹമുണ്ട്, മുക്കാൽവണ്ണിലിരുന്നിട്ട് ഇങ്ങനെ പിന്നെ മധുരത്തിൽ പൊതിഞ്ഞിട്ടാണ് പറയുക. പിന്നെ MM അക്ബർ ഒരു പരമത പിന്നെ പരിഹാസവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് ചില ക്രൈസ്തവ പാതിരിമാർക്കും ഉണ്ട്. കുമ്പസരിക്കാത്തവനും കുർബാന ഉള്ളാത്തവനും സ്വർഗത്ത് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമായിട്ട് പ്രസംഗിച്ച് നടക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻഡമാനിലെ ഗോത്രവർഗ്ഗക്കാരൊന്നും പോകില്ലാന്നേ. ഇവരാരും ഈ കുമ്പസരിക്കലും കുർബാന കൊള്ളലൊന്നുമില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയുക പോലും ഇല്ല. അവർ ഈ തുണി കൊടുക്കാതെ നടക്കണവരാ. അവരടുത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ഏതോ ഒരു വിദേശ ടൂറിസ്റ്റ് അവരെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പം ഇവർ അമ്പെയ്ത് കൊന്നതാണ്. അവരും മനുഷ്യരാ. അവരൊന്നും പോകാത്ത സ്വർഗം പിന്നെ നമുക്ക് വേണ്ടാന്ന് നോക്കുകയല്ലേ നല്ലത്. തൊണ്ടയ്ക്ക് എന്തൊരു പ്രശ്നമുണ്ട്, ത്രോട്ട് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു. ഇത് ഇത്ര വലിയ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ടുപോകുമ്പം പാർട്ടി കരുതിയത് സ്വാഭാവികമായും പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ എന്തായാലും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പം ഭൂരിപക്ഷ വോട്ടുകൾ പാർട്ടിയിലേക്ക് പോകുന്ന, അങ്ങനെയല്ല സംഭവിച്ചത്. ഇടതുമുന്നണിക്കല്ല വോട്ട് കിട്ടിയത്. ഈഴവ സമുദായത്തിൽ ഉൾപ്പെടെ പണ്ട് ഈഴവ പിന്നെ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് എൻ ബ്ലോക്കായിട്ട് ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. നായർ സമുദായം ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകളാണ് BJP കിട്ടിയിരുന്നത്. അത് ഒരു കാലത്ത് കോൺഗ്രസിനായിരുന്നു. അങ്ങനെ ഈഴവ വോട്ടുകൾ ഉൾപ്പെടെ ഒലിച്ചു പോയി എന്നുള്ളതാണ്. അത് BJPയിലേക്ക് ഒലിച്ചു പോയി. അതായത് വെള്ളാപ്പള്ളി നടേശനെ അവിടെ കൊണ്ടുവന്ന് കണ്ടിട്ടൊന്നും ആൾക്കാർ വോട്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലെ പട്ടിക്ക് പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ, വോട്ടർ ID ഉണ്ടെങ്കിൽ ആ പട്ടി വോട്ട് ചെയ്യില്ല വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്തെന്നുള്ളത്. കൊണ്ടു നടന്നിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും കൊണ്ടുനടക്കാൻ നിൽക്കരുത്. ഇപ്പം UDF ആണെങ്കിലും ഈ ജമാഅത്തെ ഇസ്ലാമിനെ ഇവരെയൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്, SDP ഒക്കെ. അങ്ങനെ കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല. താൽക്കാലിക നേട്ടമൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇത് മറ്റേ സന്ദേശ സിനിമയിലെ ശങ്കരാടിയിൽ നിന്നും ശ്രീനിവാസന്റെ കഥാപാത്രത്തിൽ നിന്നും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഉള്ള ഘടകം എന്നുള്ള പിന്നെ കേരള സംസ്ഥാന ഘടകത്തിന്റെ സെക്രട്ടറിയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും മാറുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണത്. നമുക്ക് വിഷമമുണ്ട്. കാരണം ഞാൻ 2006 വരെ, 96-ലാണ് എനിക്ക് വോട്ടവകാശം കിട്ടുന്നത്. 95-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ടില്ല. 96-ലാണ് അതിനുള്ള പ്രായം തികയുന്നത്. 96-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്. അത് N കണ്ണേട്ടൻ അന്ന് ജയിക്കുകയും ചെയ്തു, MLA ആയി. എൻ്റെ പഞ്ചായത്തും തന്നെ ഉള്ളതായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പാർട്ടി ഘടകത്തിലുണ്ടായിരുന്നതാണ്. ഞാൻ 96-ആകുമ്പോഴത്തേക്ക് ഞാൻ 96-ൽ LC എത്തിയില്ല, അത് കഴിഞ്ഞിട്ട് LC വരണേ. അപ്പം പിന്നെ അന്ന് പാർട്ടി മെമ്പർഷിപ്പിലുണ്ട്. DYFയുടെ മേഖലാ സെക്രട്ടറിയാണ്. പഠിക്കുകയാണെന്ന് ഡിഗ്രിക്ക് ആ സമയത്താണ്. എന്നിട്ട് ഈ 96-ൽ തൊട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ വോട്ട് ചെയ്തു. 2004-ൽ TK ഹംസ വിജയിച്ചു.
പഞ്ചായത്തിൽ പിന്നെ വോട്ട് ചെയ്യുന്നവരെല്ലാം ജയിക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു തൃക്കലങ്കോട് പഞ്ചായത്തിൽ. പക്ഷേ 2006 തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ഞാൻ വോട്ട് ചെയ്യാതെ ഞാൻ പിന്നെ ഗൾഫിൽ പോയി പ്രവാസം അവസാനിപ്പിച്ച് വന്നപ്പോഴത്തേക്ക് എല്ലാം പല കാരണങ്ങൾ കൊണ്ടും മടുപ്പുണ്ടായി. കാരണം ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെ പാർട്ടി സഖാക്കളുടെ രീതികൾ മാറുന്നുണ്ട്. അതാണ് ഈ പാർട്ടി ആദ്യം പരിശോധിക്കേണ്ടത്. മുകളിലെ നേതൃത്വത്തിനൊക്കെ ലാളിത്യമൊക്കെ ഉള്ളവരുണ്ട്. പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അകത്തും അങ്ങനെയുള്ളവരൊക്കെ പലരും ചില ജില്ലാ സെക്രട്ടറിമാരും ഒക്കെ വളരെ ഡീസൻ്റാണ്. വളരെ പിന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അഹങ്കാരം കാണിക്കുന്നില്ല, ജാടയില്ല. എന്നാൽ ചില ലോക്കൽ സെക്രട്ടറിമാരുടെ അടുത്തൊക്കെ നമ്മളെ യാദൃശ്ചികമായിട്ട് എവിടെന്നെങ്കിലും വല്ല കല്യാണം വീട്ടിൽ നിന്നും പരിചയപ്പെട്ട പിന്നെ എന്തെങ്കിലും ആരെങ്കിലും പരിചയപ്പെടുകയാണെങ്കിൽ ഇത് നമ്മളിവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആട്ടോ സഖാവേ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അപ്പളേ 2 കഷത്തിലൊരു വെട്ടുകല്ല് വെച്ച് ഇങ്ങനെ നിൽക്കും. പിന്നെ മുണ്ടും മടക്കത്തില്ല. മുണ്ട് അറ്റൊക്കെ പിടിച്ച് 6-ാം തമ്പുരാനിലും മോഹൻലാൽ നിൽക്കണ മാതിരിയാണ് നിൽക്കുക. ലോക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വെറും ലോക്കലാ, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ലോക്കൽ എന്നുള്ള പേരിട്ട് ലോക്കൽ സെക്രട്ടറിയാ. കണ്ടാൽ തോന്നി ഒരു സ്പേസിലെ സെക്രട്ടറിയാണ്. ഈ അഹങ്കാരവും ജാടിയും പിന്നെ ഒക്കെയാണ് പാർട്ടിയിൽ നിന്ന് സാധാരണക്കാരായ ആളുകളെ അകറ്റിയത്. നാട്ടിലെ ബ്രാഞ്ചുകൾക്കോ ബാക്കിയുള്ളവർക്കൊന്നും ഇപ്പം അങ്ങനെ പഴയ പോലെ വീടുകളുമായിട്ട് ബന്ധമില്ല. അതിലൊക്കെ പ്രശ്നമുണ്ട്. നാട്ടിൽ ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. മറ്റ് താല്പര്യങ്ങളും പുറകെ പോകുന്നു. ഇതൊരു ശുദ്ധീകരണം നടത്തിയിട്ടില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് ഇവിടെ ഇല്ലാണ്ടാവും. അതിന് സംശയമൊന്നുമില്ല. അതാണ് ഇവർ ഗൗരവമായിട്ടൊന്ന് ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഏരിയ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ സെക്രട്ടറി അവിടുത്തെ SHO ആണെന്ന് തോന്നുന്നു, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, പഴയ CI അതേമാതിരിയാണ് പറയുക. കാരണം എല്ലാം പിന്നെ കമാൻഡിങ് ആണ്. അങ്ങനെ അല്ലാത്ത സഖാക്കൾ ഉണ്ടില്ല എന്നല്ല. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കാം. വ്യക്തിപരമായി ഇപ്പോൾ കേരളത്തിൽ 14 ജില്ലയുണ്ട്. 14 ജില്ലയിൽ എങ്ങനെയായാലും പിന്നെ 9-10 DCC പ്രസിഡന്റുമാരെ നമുക്ക് വിളിക്കാനും നമ്മളുമായിട്ട് നമുക്ക് സംസാരിക്കാനും ഒക്കെയുള്ള സൗഹൃദാന്തരീക്ഷമുണ്ട്. അവരുടെ MLA-മാരെ വിളിക്കാം, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ വിളിക്കാം. അതേസമയം CPM-നകത്ത് ഈ 14 ജില്ലയിൽ ആ പാർട്ടിക്ക് അത്രയും കാലം പ്രവർത്തിച്ച് ആ പാർട്ടിയിൽ നിന്ന് വിട്ടതിന് ആ പാർട്ടിയായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വന്നതിന് ശേഷം പിന്നീട് വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച ഞാൻ നാട്ടിൽ 2016 വരുന്നത്. 2016 വോട്ട് ചെയ്തിട്ടില്ല. 2019 ലോക്സഭ വോട്ട് ചെയ്തിട്ടില്ല. 2020 പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ല. 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 24 തന്നെ അവിടെ പ്രിയങ്ക ഗാന്ധി വന്നിട്ട് പിന്നെ ബൈ ഇലക്ഷൻ നടന്നപ്പോഴും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഇപ്പോഴത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ പോയില്ല. ഇത് വോട്ട് ചെയ്യാം. കാരണം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 4 സ്ഥാനാർത്ഥികളും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയണമല്ല. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അറിയാലോ, ബ്ലോക്കിലേക്ക് നിൽക്കുന്നവരെയും ജില്ലയിലേക്ക് നിൽക്കുന്നവരെയും പിന്നെ വാർഡിലേക്ക് മത്സരിക്കുന്നവരെയും നമുക്ക് എല്ലാവർക്കും അറിയുന്നവരായിരിക്കും, വ്യക്തിപരമായിട്ട് ബന്ധമുള്ളവരാവും. ഞാൻ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഞാൻ പിന്നെ വോട്ട് ചെയ്യാൻ വരില്ല എന്നുള്ളത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു മടുപ്പുണ്ട്. അതാണ് ഇതിനകത്തുള്ളത്. ഇത് ഈ ആദ്യം പിന്നെ ഈ ജാടിയും അഹങ്കാരമൊക്കെ അവസാനിപ്പിക്കണം. അധികാരം ഉണ്ടാകുമ്പോൾ നമ്മൾ വലിയ സംഭവമാണെന്നൊന്നും കരുതരുത്. ജനപ്രതിനിധി ജനസേവകൻ എന്നാണ് പറയണേ. യജമാനനാവാൻ നിൽക്കരുത്. ആ യജമാനത്വം കാണിക്കുന്ന ആളുകളോട് എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. അങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധം എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഈ പാർട്ടിക്കകത്തുള്ള കോൺഗ്രസിൽ അത്രയും പേര് എനിക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പാർട്ടിക്കകത്തുള്ള അതിൻ്റെ പകുതി ആൾക്കാരെ എനിക്ക് വിളിക്കാൻ താല്പര്യം തോന്നാറുള്ളൂ. മുസ്ലിം ലീഗിലും കുഴപ്പമില്ല. BJPക്ക് CPM-ന് അത്ര കുഴപ്പം പറ്റിയിട്ടില്ലെങ്കിലും BJPക്ക് ചില ആൾക്കാരെ നമുക്ക് വിളിക്കാൻ തോന്നാറില്ല. ഇങ്ങനെയാണ് ഈ അകന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു പ്രശ്നം. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഒരു മട്ടും ഭാവവും ഇരുത്തവും സംസാരവും ഇടപെടലും ഒക്കെ എങ്ങനെയായിരുന്നു? എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പം VV രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. VV രാജേഷ് പിന്നെ പറയുന്നു നമ്മൾ 100 പേര് ഒരു ടീമായിട്ട് തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നു. ഞങ്ങൾ ജയിച്ചെങ്കിലും നമ്മൾ 100 പേരും ഒരുമിച്ച്, കാരണം ജനങ്ങൾ നമ്മളെ ഒരുമിച്ചാണ് തിരഞ്ഞെടുത്തത്. അപ്പം ഭരിക്കുന്നവരൊന്നും പ്രതിപക്ഷം എന്നുള്ള വ്യത്യാസമില്ലാതെ ശബരി വളരെ മാന്യമായിട്ട് മറുപടി പറയുന്നു. ശബരി പറഞ്ഞ്
ഞങ്ങൾ പിന്നെ നിങ്ങൾ ശരിയല്ലാത്തത് ചെയ്യുമ്പോൾ ക്രിയാത്മക പ്രതിപക്ഷം എന്ന രീതിയിൽ വിമർശിക്കും എന്ന മട്ടിൽ പറയുന്നത്. അതായത് വളരെ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇത് പറയാൻ പറ്റുക, അത് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ കൗൺസിലർമാരും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അവിടെ കൂടിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരും ഒക്കെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുക. ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. ഇവിടെയാണ് ഈ CPM-നകത്തുള്ള പല സഖാക്കളെയും അവരെ തിരുത്താൻ നേതൃത്വം തയ്യാറാവണം, അവരെ തിരുത്തിക്കാൻ. അതിനാദ്യം നേതൃത്വത്തിലുള്ളവർ മാതൃകയാവണം. പുതിയ ചെറുപ്പക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത രീതിയിൽ കൂടിയാണ് പിന്നെ അഹങ്കാരം രാഷ്ട്രീയം കാണിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റിക്കകത്ത് വിളിച്ചിട്ട് പറയണം, ഇങ്ങനെയല്ല പോകേണ്ടത് സഖാവേ എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അവിടെ ഇരുന്ന് കുറേ ദിവസത്തെ ചർച്ച നടത്തി BJPയും കോൺഗ്രസും ഒത്തുകളിച്ചു, അതുകൊണ്ടാണ് തോറ്റത് എന്നൊക്കെ പറയുന്നത്, അത് മാഷപ്പുറമുള്ള ആളുകളൊക്കെ പറയാന്ന് പറയുമ്പോൾ ഞാൻ പറയണത് ഇവർ ഈ ഇത്രയും പൈസ മുടക്കിയിട്ട് അവിടെ പോയിട്ട് റിവ്യൂ നടത്തണ്ടെന്നേ നമ്മൾ പറഞ്ഞുതരാം എന്തുകൊണ്ട് തോറ്റു. വെള്ളാപ്പള്ളിയെ കാറി കയറ്റി അന്ന് ഞാൻ പറഞ്ഞു, വെള്ളാപ്പള്ളിയെ കൊണ്ടുപോയിട്ടൊന്നും വോട്ട് കിട്ടില്ല. ഇഴവ വോട്ടുകളിലും, ഇഴവ വോട്ടുകളിൽ നിന്നല്ല, ഹിന്ദു വോട്ടുകളിലും ക്രൈസ്തവ വോട്ടുകളിൽ നിന്നും BJPയിലേക്ക് ഒരു ഭാഗം പോകും. ഭരണവിരുദ്ധ ചില കാര്യങ്ങളിൽ ഈ വെള്ളാപ്പള്ളിയെ കൊണ്ടതിൽ പ്രതിഷേധമുള്ള ആൾക്കാർ ആ രണ്ടു ഭാഗത്തു നിന്ന് തന്നെ ഇപ്പുറത്തേക്ക് വോട്ട് ചെയ്യും, UDFന് വോട്ട് ചെയ്യും. കാരണം അവർ ജയിക്കട്ടെ എന്ന് എഴുതിയിട്ട് BJPക്ക് സാധ്യത ഇല്ലാത്ത സ്ഥലത്ത്. അതോടെ വെള്ളാപ്പള്ളിയെ കൊണ്ടതോട് കൂടിയിട്ട് മുസ്ലിം വോട്ടുകൾ ബ്ലോക്കായിട്ട് കാലങ്ങളായി LDFന് കിട്ടിയിരുന്ന വോട്ടുകൾ വരെ UDFലേക്ക് പോകും. കാരണം വെള്ളാപ്പള്ളിയെ കാറിക്കയറ്റി കൊണ്ടേയുണ്ട്. അത് അന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കറിയില്ല, നമ്മളെയൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കൊണ്ട് ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ഥിര പിന്നെ ഇത് അംഗമാക്കാനൊന്നുമില്ല. ഉപദേശകൻ ഈ പ്രശാന്ത് കിഷോറും മറ്റേ ഇയാളൊക്കെ സുനിൽ ഗണപോലൊക്കെ കാണിക്കുന്ന മാതിരി ഈ പാർട്ടി നിങ്ങൾ തകർത്ത് കളയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. കാര്യമില്ല, ഇതെല്ലാം നിൽക്കണം എന്നുള്ളത് ചിന്തിക്കുന്നത് ഞാൻ. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇവരെ മാതൃകയാക്കണം. ഇപ്പോൾ VV രാജേഷും ശബരിനാഥൻ്റെ ഇന്നലെ എനിക്കത് വളരെ മനോഹരമായൊരു സീനായിട്ടാണ് തോന്നിയത്. സമാനമായ മറ്റൊരു സീൻ ഞാൻ കണ്ടു. പിന്നെ ഷോൺ ജോർജും ചിന്താ ജെറോമും ചാണ്ടി ഉമ്മനും കൂടി ഏതൊരു മാധ്യമത്തിനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ആശുപത്രിനെ കുറിച്ച് പറയുമ്പം പിന്നെ ഇവർ പറയുന്നുണ്ട്, ചിന്താ ജെറോം പറയുന്നുണ്ട്, സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെയുള്ള അത്തരം ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അല്ല, ചിന്താ ജെറോം പറയുന്നുണ്ട്. അപ്പോൾ ചാണ്ടിയുമ്പം പെട്ടെന്ന് പൊട്ടിച്ചിരിയാണ്. അപ്പം ചിന്താ ജെറോം ഇങ്ങനെ കൈമ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറയുന്നതൊന്ന് ചിരിക്കല്ലേ, ഞാൻ പറയുന്നത് കേൾക്കുന്നു പറയുന്നുണ്ട്. അതായത് വളരെ രസകരമായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും മൈക്കൊക്കെ കൊടുത്തിട്ട് 3 പേരും ഇരുന്നിട്ട് ഒരു കലവും ഇല്ലാതെ, അഹങ്കാരമില്ലാതെ, ജാടയില്ലാതെ സംസാരിക്കുന്നതായി കണ്ടു. അങ്ങനെ പോണം രാഷ്ട്രീയം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഇവിടെ വെല്ലുവിളി, പിന്നെ വെറും ഗുണ്ടായിസം, അക്രമം, പരസ്പരം കണ്ടാൽ മിണ്ടാത്തവരുണ്ടാകുക. ഇന്നലെ തന്നെ വേറൊരു കാഴ്ചയും കണ്ടു മനോഹരമായിട്ടുള്ളത്. തൃശ്ശൂർ ഏതൊരു വിഭാഗത്തിന് ഏതൊരു നേതാവിൻ്റെ തന്നെയായിരുന്നു വിഭാഗത്തിന്, ആരുതാണെന്ന് ഞാൻ മറന്നുപോയി. ആ വിഭാഗത്തിന് പിന്നെ സുരേഷ് ഗോപി പങ്കെടുക്കാൻ വന്നപ്പോൾ അവിടുത്തെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പിന്നെ രാകേഷുമായിട്ട് സൗഹൃദം പങ്കിടുന്നതും സംസാരിക്കുന്നതൊക്കെ. സുരേഷ് ഗോപി പിന്നെ ഔചിത്യബോധമില്ലായ്മയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ, കാരണം പുള്ളി മനസ്സിലൊന്നും വെച്ചിട്ടല്ല, ശുദ്ധനാണ്. ഈ ശുദ്ധൻ ചിലപ്പോൾ ദുഷ്ടപാലം ചെയ്യുന്നു പറഞ്ഞല്ലോ. ഇതെൻ്റെ നാടാണെന്ന് രാകേഷ് പറയുമ്പോൾ ഇത് ഞാനിങ്ങ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞാണ്. പുള്ളിക്ക് എല്ലാം എടുക്കലാണല്ലോ പണി. അപ്പോൾ അത് 2019 തുടങ്ങിയാൽ തൃശ്ശൂർ എടുക്കാൻ തുടങ്ങി. എന്തായാലും 24 കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചില സമയത്ത് ഒരു പിന്നെ മൂപ്പരെ കുട്ടിത്തമായിട്ടും നിഷ്കളങ്കതയായിട്ടേ ഞാനിതിനെ കാണുന്നുള്ളൂ. രാകേഷ് വളരെ മാന്യമായിട്ടാണ് ഇതിൽ ഡീൽ ചെയ്തത്. അങ്ങനെയൊക്കെ പോകണം. അതല്ലാതെ വരുമ്പോഴാണ് ഇത് രാഷ്ട്രീയത്തിനോട് വിരക്തി വരുന്നതും ഞാനൊക്കെ വോട്ട് ചെയ്യാൻ പോകാതിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. എനിക്ക് ഇപ്പോഴത്തെ കെട്ടകാലത്തെ രാഷ്ട്രീയത്തോട് മുഴുവൻ പുച്ഛമാണ്, അറപ്പാണ്. പിന്നെ ഞാൻ ഇത്രയും കാലം വോട്ട് ചെയ്തിട്ടുള്ളത്, ഓർമ്മ വെച്ച കാലം തൊട്ട് പിന്നീട് ചെയ്തിട്ടുള്ളത്, 2006 വരെ ചെയ്തിട്ടുള്ളത്, 15 വർഷം മുമ്പ് വരെ, അല്ല 15 അല്ല 19 വർഷം മുമ്പ് വരെ ചെയ്തിട്ടുള്ളത് CPM-നാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറിച്ച് ചെയ്യാനൊരു പ്രയാസമുള്ളതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇവരിങ്ങനെ വലിയ പോളിറ്റ് ബ്യൂറോ കൂടിയിട്ടും സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ടും പിന്നെ സെക്രട്ടേറിയറ്റ് കൂടിയിട്ടൊക്കെ ഇരുന്ന് ആലോചിച്ച് കണ്ടെത്തൽ കേട്ടപ്പോൾ ചിരി വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ AK സെൻറ്ററിനോട് ചേർന്നൊരു മാനസികാരോഗ്യ കേന്ദ്രം കൂടി തുടങ്ങണമെന്ന് എനിക്ക് തോന്നിപ്പോയി.
കാരണം ബുദ്ധി ഇല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാക്കി കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ പിന്നെ എന്താ പറയുക അതൊന്ന് പരിഹരിക്കാൻ, ആ കുറവുകളൊന്ന് പരിഹരിക്കാനും ബോധം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ. അല്ലാതെ കിതാബ് വന്നിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വന്നു പിന്നെ മാർക്സിയം ദർശനം പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഓക്കെ.